ബാക്കി പറയട്ടെ, അടുത്ത പാരഗ്രാഫ് പറയട്ടെ. എന്താ നോക്കിക്കോ. അപ്പൊ ഞാൻ ഓരോ സെന്റൻസും വായിക്കാൻ, നിങ്ങൾ ഓരോ വാക്കും നോക്കിയിരിക്കണം കേട്ടാ. मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वकीम आ जाने को कहा. बताए गए कामों को फटाफट निपटाने के बाद मैं झट से सिनेमा घर में घुस गया. वहाँ जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रखा. अब अत्र निकट अत्र अर्थ नोക്കുക. मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वकीम आ जाने को कहा. मैंने पिताजी को मीटिंग की जगह पर, जगह സ്ഥലം. അപ്പൊ നോക്കാം, मैंने पिता ഇവിടെ സ്ഥലം എന്നാണ് കേട്ടാ. അപ്പൊ मैंने पिताजी को मीटिंग की जगह पर छोड़ा तो, അപ്പൊ അദ്ദേഹം അരുൺ ഗാന്ധി എന്ത് ചെയ്ത് അച്ഛനെ മീറ്റിംഗ് സ്ഥലത്ത് കൊണ്ടുവന്ന് വിട്ടു. उन्होंने मुझे 5 बजे वकीम आ जाने को कहा. അപ്പൊ മീറ്റിംഗ് സ്ഥലത്ത് കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ടുവന്ന് വിട്ടു. അപ്പൊ അച്ഛൻ പറഞ്ഞു 5 മണിയാകുമ്പോഴേ, അതായത് മീറ്റിംഗ് കഴിയുമ്പോഴേക്ക് 5 മണിയാകും. അപ്പൊ 5 മണിയാകുമ്പോൾ അവിടെ ചെന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊള്ളണം എന്ന് അച്ഛൻ അരുൺ ഗാന്ധിയോട് പറഞ്ഞു. ബദായ ഗയ കാമോഗോ ഫടാഫട്ട് നിബടാനെ കെ ബാദ്. അപ്പൊ എന്താണ്, അപ്പൊ കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് അച്ഛൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം, പറഞ്ഞ ജോലികളെല്ലാം ഫടാഫട്ട് നിബടാനെ കെ ബാദ്. ഫടാഫട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫടാഫട്ട് പെട്ടെന്നാണ്, സഡൻലി കേട്ടാ. ഫടാഫട്ട് നിബടാനെ കെ ബാദ്. നിബടാനെ കെ ബാദ് എന്ന് പറഞ്ഞാൽ അതായത് അച്ഛൻ എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞേൽപ്പിച്ചിരുന്നത് അപ്പൊ അതെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം ജഡ് സേ സിനിമ ഘർ മേ ഗുസ് ഗയ. അതായത് ജഡ് എന്ന് വെച്ചാല് എന്താണ്, പെട്ടെന്നാണ് കേട്ടാ. ജഡ് സേ വേഗത്തില്, അതായത് ഫാസ്റ്റ്. സിനിമ ഘർ മേ ഗുസ് ഗയ. ഗുസ്ന എന്ന് പറഞ്ഞാല് പ്രവേശിക്കുക എന്നാണ്, ടു എൻറ്റർ, പ്രവേശിക്കുക. അപ്പൊ അച്ഛൻ പറഞ്ഞേൽപ്പിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തൊരു സിനിമ കാണാനായിട്ട് പോയി. वहाँ जॉन बेन की एक दिलचस्प फिल्म देखते देखते. അപ്പൊ അദ്ദേഹം സിനിമ കാണാനായിട്ട് പോയി. അപ്പൊ അവിടെ ജോൺ ബെൻകി, അതായത് ജോൺ ബെന്നിന്റെ ഏക് ദിൽചസ്പ്. ദിൽചസ്പ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്, ദിൽചസ്പ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് എന്നാണ്, രസകരമായ കേട്ടോ. അറിയാൻ വയ്യാത്ത വാക്കുകളുടെ ഒക്കെ അർത്ഥം എഴുതി വെക്കുന്നുണ്ടോ? ദിൽചസ്പിന്റെ അർത്ഥം എന്താണ്? ദിൽചസ്പ് എന്താണ് അതിന്റെ അർത്ഥം? രസകരമായ. इंटरेस्टिंग, रसकरമായ. दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रखा. ധ്യാനിന്റെ അർത്ഥം എന്താണ്? ധ്യാൻ. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഈ വാക്കുകളൊക്കെ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ധ്യാനിന്റെ അർത്ഥം? ധ്യാൻ ശ്രദ്ധ എന്നാണ് കേട്ടോ, ധ്യാൻ. അപ്പൊ ഇനി ആ സെന്റൻസിന്റെ അർത്ഥം നോക്കിക്കേ. वहाँ जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रखा. അപ്പൊ അദ്ദേഹം അവിടെ തിയേറ്ററിലെ ജോൺ ബെന്നിന്റെ നല്ല രസകരമായ ഒരു സിനിമ ഇരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരുന്ന അദ്ദേഹം സമയം പോയത് അറിഞ്ഞതേ ഇല്ല. അതായത് സമയത്തെ കുറിച്ച് അദ്ദേഹം ശ്രദ്ധിച്ചതേ ഇല്ല. എന്ന് വെച്ചാൽ ആ സിനിമയിൽ അദ്ദേഹം അങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു. और जब ध्यान आया तब तक शाम के 5:30 बज चुके थे. അപ്പൊ അദ്ദേഹം സിനിമ കണ്ടുകൊണ്ട്, ആ രസകരമായ സിനിമ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് അദ്ദേഹം സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ അദ്ദേഹം ഓർത്തപ്പോഴ് തബ് തക് ഷാം കെ 5:30 ബജ് ചുകെ थे. അപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ നോക്കിയപ്പോൾ സമയം 5:30 കഴിഞ്ഞിരുന്നു. 5:30 ബജ് എന്ന് പറഞ്ഞാൽ എത്ര? 5:30 എത്ര? 5:30 5:30. അപ്പൊ സമയം 5:30 കഴിഞ്ഞിരുന്നു. അപ്പൊ അച്ഛൻ എത്ര മണിയാകുമ്പോഴാ കൂട്ടിക്കൊണ്ട് വരാൻ ചെല്ലണമെന്ന് പറഞ്ഞത്? 5 മണി. അപ്പൊ ഇദ്ദേഹം ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് എന്താണ്, അതായത് സമയം പോയത് അദ്ദേഹം അറിഞ്ഞതേ ഇല്ല. അപ്പൊ അദ്ദേഹത്തിന് ഓർമ്മ വന്നപ്പോഴാണ് നോക്കിയപ്പോഴും സമയം 5:30 കഴിഞ്ഞു. മേം ജഡ്പട്ട് ഗ്യാരേജ് പഹുംച. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് തന്നെ എവിടെ എത്തി? ഗ്യാരേജ് പഹുംച, അതായത് ഗ്യാരേജിലെത്തി. എന്തിനാ ഗ്യാരേജിലെത്തിയത്? കാർ എടുക്കാനായിട്ട്. അച്ഛനെ കാണാനാണോ എത്തിയത്? അച്ഛൻ മീറ്റിംഗ് സ്ഥലത്താണ്, ഗ്യാരേജിൽ കാർ സർവീസിങ്ങിന് കൊടുത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ കാർ എടുക്കാനായിട്ട് അദ്ദേഹം പെട്ടെന്ന് ഗ്യാരേജിൽ എത്തി. वहां से कार लेकर जब मैं पिताजी के पास पहुंचा तब तक शाम के 4 बज चुके थे. वहां से कार लेकर जब मैं पिताजी के पास पहुंचा. അപ്പൊ അവിടുന്ന് കാർ ലേക്കർ, കാറും എടുത്തിട്ട്
ജബ് मैं पिताजी के पास पहुंचा ഞാൻ അച്ഛന്റെ അടുക്കൽ എത്തിയപ്പോൾ तब तक शाम के 6 बज चुके थे ഞാൻ അപ്പോഴേക്കും സമയം എത്ര കഴിഞ്ഞു 6 മണി കഴിഞ്ഞിരുന്നു മനസ്സിലായോ അതായത് ഗ്യാരേജിൽ ചെന്ന് നോക്ക ഒന്നോടെ നോക്ക അതിന്റെ അർത്ഥം वहां से कार लेकर जब मैं पिताजी के पास पहुंचा तब तक शाम के 6 बज चुके थे അതായത് അവിടെ നിന്ന് അദ്ദേഹം കാറും എടുത്തുകൊണ്ട് അച്ഛന്റെ അടുക്കൽ എത്തിയപ്പോൾ സമയം 6 കഴിഞ്ഞു 6 മണി കഴിഞ്ഞു पिताजी बेसब्री से मेरा इंतजार कर रहे थे പിതാജി ബേസബ്രി സേ ബേസബ്രി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ അക്ഷമയോടെ എന്നാണ് കേട്ടോ ഇംപേഷ്യൻലി അക്ഷമയോടെ അപ്പൊ പിതാജി ബേസബ്രി സേ മേരാ ഇന്തസാർ രഹേത്തെ ഇന്തസാറിന്റെ അർത്ഥം എന്താണ് ഇന്തസാർ പ്രതീക്ഷ ബേസബ്രി ബേസബ്രി അക്ഷമയോടെ ബേസബ്രി എന്ന് പറഞ്ഞാല് എന്താണ് ഇംപേഷ്യൻലി അതായത് അക്ഷമയോടെ ബേസബ്രി അക്ഷമയോടെ അപ്പൊ നോക്കാം പിതാജി ബേസബ്രി സെ മേര ഇന്തസാർ കർ രഹേ ഥേ അപ്പൊ എന്താണ് അതായത് അച്ഛൻ 5 മണി ആകുമ്പോഴത്തേക്കാണ് മീറ്റിംഗ് സ്ഥലത്തുനിന്ന് കൂട്ടിക്കൊണ്ട് വരാൻ ചെല്ലണമെന്ന് അരുൺ ഗാന്ധിയോട് പറഞ്ഞത് അല്ലേ അപ്പൊ 6 മണി അപ്പൊ 5 മണിയായി ഇപ്പൊ 6 മണി കഴിഞ്ഞു അപ്പൊ എന്താണ് ഇത്രയും നേരം ആയപ്പോഴത്തേക്കും കാത്തു നിന്ന് എന്താണ് അച്ഛന് എന്താണ് ക്ഷമ നശിച്ചു അപ്പൊ അപ്പോഴാണ് 6 മണി ആയപ്പോഴത്തേക്കും 6 മണി കഴിഞ്ഞ് അതായത് അരുൺ ഗാന്ധി അച്ഛനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് മീറ്റിംഗ് സ്ഥലത്തേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായോ ഇത്രയും ഇത് ഇത്രയും ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിക്കാം ഓരോ വാക്കും ഒന്ന് നോക്കിയിരുന്നേ मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वाकई आ जाने को कहा അതായത് അച്ഛനെ കൊണ്ടുവന്ന് മീറ്റിംഗ് സ്ഥലത്ത് വിട്ടപ്പോഴാണ് അതായത് 5 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചു കൂട്ടിക്കൊണ്ട് വരാൻ ചെല്ലണമെന്ന് അച്ഛൻ അരുൺ ഗാന്ധിയോട് പറഞ്ഞു बताए गए कामों को फटाफट निपटाने के बाद मेमझर से सिनेमा घर में घुस गया അതായത് അച്ഛൻ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിർവഹിച്ചതിന് ശേഷം ഒരു സിനിമ കാണാനായിട്ട് ഞാൻ തിയേറ്ററിലേക്ക് പോയി वहाँ जॉन वेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रखा അതായത് അവിടെ അപ്പോഴാ ജോൺ ബെന്നിന്റെ നല്ല രസകരമായ ഒരു എന്താണ് ഇംഗ്ലീഷ് ഫിലിം ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ആ സിനിമ കണ്ടുകൊണ്ടിരുന്നു സമയം പോയത് അരുൺ ഗാന്ധി അറിഞ്ഞതേ ഇല്ല और जब ध्यान आया तब तक शाम के 5:30 बजे चुके थे അതായത് അദ്ദേഹത്തിന് ഓർമ്മ വന്നപ്പോഴേ പെട്ടെന്ന് ആണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നപ്പോൾ നോക്കിയപ്പോഴുണ്ട് സമയം 5:30 കഴിഞ്ഞു മെഞ്ചാട്ട്പട്ട് ഗ്യാരേജ് മേ പഹുഞ്ച അതായത് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഗ്യാരേജിലെത്തി वहां से कार लेकर जब मैं पिताजी के पास पहुंचा तब तक शाम के 6 बज चुके थे അതായത് അദ്ദേഹം കാറും എടുത്തുകൊണ്ട് അവിടെ നിന്ന് അച്ഛന്റെ അടുത്ത് എത്തിയപ്പോഴ് വൈകുന്നേരം 6 മണി കഴിഞ്ഞിരുന്നു പിതാജി ബേസബ്രി സേ മേര ഇന്തസാർ കർ രഹേ ഥേ അപ്പൊ നോക്കിയപ്പോഴുണ്ട് അച്ഛൻ അക്ഷമയോടുകൂടി അദ്ദേഹത്തെ കാത്തു നിൽക്കുകയായിരുന്നു മനസ്സിലായല്ലോ ഇത്രയും എന്താ ബാക്കി പറയട്ടെ എന്തെങ്കിലും ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ ഇത്രയും ഭാഗത്ത് ഇപ്പൊ നമ്മൾ ഈ 3 പാരഗ്രാഫ് നമ്മൾ പഠിച്ചു അവിടെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇത്രയും പറഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും അപ്പൊ ബാക്കി നോക്കാം ഉനോനെ അപ്പൊ ബാക്കി ഞാൻ അടുത്ത പാരഗ്രാഫ് ഞാൻ വായിക്കാം നിങ്ങൾ നോക്കാം ഉനോനെ उत्सुकतापूर्वक पूछा तुम लेट क्यों हुए उन्हें यह बताते हुए मुझे बहुत शर्म आई कि मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था इसलिए मैंने कह दिया कि कार तैयार नहीं थी इसलिए मुझे वहां देर हो गई इन्हें अर्थ नोका उन्होंने ഉത്സുകതാപൂർവക പൂച്ച ഉത്സുകതാപൂർവകം എന്ന് വെച്ചാൽ എന്റെ അർത്ഥം എന്താണ് ആകാംക്ഷയോട് കൂടി എന്ന് പറയത്തില്ല അതാണ് ഉത്സുകതാപൂർവക അപ്പൊ ഉന്നോനെ ഉത്സുകതാപൂർവക പൂച്ച അപ്പൊ അദ്ദേഹം എന്താണ് ഇങ്ങനെ ആകാംക്ഷയോട് കൂടി അദ്ദേഹം എന്താണ് ഔത്സുഖ്യത്തോടു കൂടി അദ്ദേഹം എന്നോട് ചോദിച്ചു തും ലേറ്റ് ക്യോം ഹുയേ അപ്പൊ ചോദിച്ചു നീ എന്താണ് ലേറ്റ് ആയതെന്ന് മനേകാ ഗാന്ധി അരുൺ ഗാന്ധിയോട് ചോദിച്ചു ഉനെ एक बताते हुए मुझे बहुत शर्म आई कि ശർമ്മിന്റെ അർത്ഥം എന്താണ് ശർമ്മ എന്ന് പറഞ്ഞാൽ ഷെയ്മ് എന്നാണ് കേട്ടോ
ലജ്ജ, ശർമ്മ. ശർമ്മ ഷെയും. अब आपको उन्होंने यह बताते हुए मुझे बेहद शर्म आई कि मैं ജോൺ ബെൻ की एक पश्चिमी फिल्म देख रहा था. അതായത് ജോൺ ബെന്നിന്റെ എന്താണ് ഒരു വെസ്റ്റേൺ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അച്ഛനോട് പറയാൻ എന്താണ് അദ്ദേഹത്തിന് ലജ്ജയായിരുന്നു. इसलिए मैंने कह दिया कि कार തയ്യാർ नहीं थी. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അതായത് കാറ് എന്താണ് തയ്യാറായില്ലായിരുന്നു, കാറിന്റെ സർവീസിങ് കഴിഞ്ഞില്ലായിരുന്നു എന്ന് അരുൺ ഗാന്ധി അച്ഛനോട് പറഞ്ഞു. इसलिए मुझे वहां देर हो गई. അതായത് അതുകൊണ്ട് എന്താണ് കുറെ നേരം അവിടെ താമസിക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം മണിലാൽ ഗാന്ധിയോട് പറഞ്ഞു. മാത്രം ഒന്നുകൂടെ നോക്കാം. ഉനോനെ ഉത്സുകതാപൂർവക പൂച്ച ക്യോം ഹുയെ. അതായത് 6 മണി കഴിഞ്ഞ് അദ്ദേഹം മീറ്റിംഗ് സ്ഥലത്ത് എത്തിയപ്പോഴ്, അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് മീറ്റിംഗ് സ്ഥലത്ത് എത്തിയപ്പോഴ്, അപ്പൊ അവിടെ എത്തിയപ്പോഴ് മണിലാൽ ഗാന്ധി അരുൺ ഗാന്ധിയോട് ചോദിച്ചു, തും ലേ ക്യോം ഹുയെ, അതായത് നീ എന്താണ് താമസിച്ചതെന്ന്. उन्हें यह बताते हुए मुझे बहुत शर्म आई कि मैं ജോൺ ബെൻ की एक പശ്ചിമി ഫിലിം देख रहा था. അതായത് ഞാൻ അവിടെ തിയേറ്ററിൽ കയറി ജോൺ ബെന്നിന്റെ ഒരു പാശ്ചാത്യ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അച്ഛനോട് പറയാന് അരുൺ ഗാന്ധിക്ക് ലജ്ജയായി. അതായത് അതൊരു മോശം കാര്യമായിട്ട് അച്ഛൻ കരുതുമോ എന്ന് അദ്ദേഹത്തിന് തോന്നി. इसलिए मैंने कह दिया कि कार तैयार नहीं थी, इसलिए मुझे वहां देर हो गई. അതുകൊണ്ട് എന്താണ്, അതായത് അരുൺ ഗാന്ധി അച്ഛനോട് ഒരു കള്ളം പറഞ്ഞു. അതായത് കാറ് റെഡി ആയില്ലായിരുന്നു, കാറിന്റെ സർവീസിങ് കഴിഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് കുറെ സമയം എനിക്ക് അവിടെ തങ്ങേണ്ടതായിട്ട് വന്നു, കുറെ ദിവസം എനിക്ക് അവിടെ, കുറെ സമയം എനിക്ക് അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു എന്ന് അരുൺ ഗാന്ധി അച്ഛനോട് പറഞ്ഞു. മനസ്സിലായത്രേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? बाकी പറയട്ടെ. मुझे इस बात का कोई अंदाजा नहीं था कि पिताजी पहले ही गैरेज को फोन कर चुके थे और असलियत से वाकिफ थे. वे मेरे झूठ को जान चुके थे पर बोले, जिस तरह से मैंने तुम्हें बड़ा किया है उसमें मुझसे कोई भारी चूक हुई है. मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया है. നോക്ക, അതിന് അർത്ഥം നോക്കാം. അപ്പൊ മുझे इस बात का कोई अंदाजा नहीं था. അന്താസ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അന്താസ എന്ന് വെച്ചാൽ അനുമാനിക്കുക എന്നാണ് കേട്ടോ. അനുമാനം. അപ്പൊ മുझे इस बात का कोई अंदाजा नहीं था, അതായത് അദ്ദേഹത്തിന് ഇത് ഊഹിക്കാൻ കഴിഞ്ഞില്ല. എന്താണെന്നാണ്? പിതാജി പഹലേക്ക് ഗാരേജ് കോ ഫോൺ കർ ചുകേ थे. അതായത് ഇദ്ദേഹം മീറ്റിംഗ് സ്ഥലത്ത്, അതായത് അരുൺ ഗാന്ധി അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകാൻ മീറ്റിംഗ് സ്ഥലത്ത് എത്താൻ താമസിച്ചപ്പോഴാ എന്ത് ചെയ്ത്, അതായത് മണിലാൽ ഗാന്ധി അവിടെ നിന്നുകൊണ്ട് തന്നെ ഗ്യാരേജിലേക്ക് ഫോൺ ചെയ്ത് അന്വേഷിച്ചിരുന്നു. അവർ അസലിയത്തെ വാക്കിഫ് थे. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എന്താണ്, സത്യം എന്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അസലിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അസലിയത്ത് റിയാലിറ്റി കേട്ടോ. അസലിയത്ത് റിയാലിറ്റി, സത്യം. അസലിയത്ത് റിയാലിറ്റി. അപ്പൊ റിയാലിറ്റി സത്യം. പറയാ അസലിയത്തെ വാക്കിഫ് थे. വാക്കിഫ് എന്ന് പറഞ്ഞാല വാക്കിഫ് അറിയുക. അപ്പൊ ഇതെന്താണ്, അതായത് അദ്ദേഹം ഫോൺ ചെയ്ത് സത്യം എന്താണ് എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. അതായത് പിന്നെ അരുൺ ഗാന്ധി മണിലാൽ ഗാന്ധിയെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്താൻ താമസിച്ചപ്പോഴേ അപ്പോഴും തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഗ്യാരേജിലേക്ക് ഫോൺ ചെയ്ത്, അപ്പൊ ഫോൺ ചെയ്ത് സത്യം എന്താണ് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അത് അദ്ദേഹം നേരത്തെ സത്യം അറിഞ്ഞിരുന്നു എന്നുള്ള കാര്യം ഊഹിച്ചെടുക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? അരുൺ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. മേരെ झूठ को जान चुके थे पर बोले. അപ്പൊ എന്താണ്, അതായത് അദ്ദേഹം കള്ളം പറഞ്ഞതാണ്. ജൂഡ് എന്ന് വെച്ചതിന്റെ അർത്ഥം എന്താണ്? ജൂഡ്, കള്ളം. വേ മേരെ झूठ को जान चुके थे. അതായത് ഇദ്ദേഹം കള്ളം പറഞ്ഞത് എന്താണ് അച്ഛൻ മനസ്സിലാക്കിയിരുന്നു. पर बोले. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജിസ് തരഹ് സെ मैंने तुम्हें बड़ा किया है എന്ന് വെച്ചാൽ എന്താണ്, അതായത് നിന്നെ ഞാൻ വളർത്തി വലുതാക്കി. उसमें मुझसे कोई भारी चूक എന്ന് വെച്ചാൽ എന്താണ്? തെറ്റെന്നാണ് കേട്ടോ. ചൂക്ക് എന്ന് വെച്ചാൽ തെറ്റ്, ചൂക്ക്.
ചുക് എറർ തെറ്റ്. അപ്പൊ മുझे ഭാര്യ ചു ഹുയി ഹെ, അപ്പൊ എന്താണ്, നിന്നെ വളർത്തി വലുതാക്കി, പക്ഷെ എന്താണ്, എനിക്കൊരു തെറ്റ് പറ്റി. എന്തിലെന്നാണ്, मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया है എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് സത്യം പറയുവാനുള്ള ആത്മവിശ്വാസം തരാൻ എനിക്ക് കഴിഞ്ഞില്ല, അതാണ് എനിക്ക് പറ്റിയ തെറ്റ് എന്ന് മൻലാൽ ഗാന്ധി പറഞ്ഞു.